നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ അഭിമുഖം അല്ലെങ്കിൽ ആ ചർച്ച കാണാതിരിക്കുമോ? ഇല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വളർന്നു വന്നത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ചെന്ന് സംസാരിച്ച് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ പോയിന്റ് സഹിതമായി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതും തെളിവ് സഹിതം മാറ്റാനും അത് തെളിവ് സഹിതം വിശദീകരിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് എപ്പോഴും കഴിയാറുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും സജീവമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടി നൽകാനായി വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, തന്നെ ആക്രമിക്കാനാണ് ഇവർ വരുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. കാരണം ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ വന്നാലും ആദ്യത്തെ ഒരു ചോദ്യം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തതും മൂന്നാമത്തതും ചോദ്യം അദ്ദേഹത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ വന്ന വനിതകളുടെ യുവതികളുടെ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കും ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി മിണ്ടാതെ നിന്നാൽ അല്ലെങ്കിൽ സമാധാനത്തോടെ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായതിന് പിന്നാലെയാണ് അദ്ദേഹം റിബലായി നിന്നുകൊണ്ട് ഉത്തരം പറയാനായി പോകുന്നത്. എന്റെ സഹോദര, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, എന്നാൽ മാന്യമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി തന്നെ മറുപടി കൊടുക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഡിബേറ്റുകളിൽ പങ്കെടുക്കാതിരുന്നു. ഇപ്പോൾ ആ ഡിബേറ്റിൽ എത്തിയിരിക്കുകയാണ്. മനോരമ നടത്തിയ ഒരു ഡിബേറ്റിൽ അദ്ദേഹം CPM നേതാവായിട്ടുള്ള അനിൽകുമാറിനെ ഇരുത്തിപ്പൊരിച്ചു അല്ലെങ്കിൽ നിർത്തിപ്പൊരിച്ചു എന്ന് വേണം പറയാൻ. സത്യത്തിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം അത് കണ്ട് കൈയടിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ മേഖലയെക്കുറിച്ച്, പൊതുജന ആരോഗ്യത്തെക്കുറിച്ചൊക്കെ തന്നെ വാ തോരാതെ പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 9 വർഷമായി നിങ്ങൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വിപുലമായിട്ടുള്ള മെഡിക്കൽ കോളേജ് നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പേരിന് ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറയണം, കൂടുതലൊന്നും പറയേണ്ട, അതിന്റെ പേര് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. മാത്രമല്ല, നമ്മൾ UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളും പല മെഡിക്കൽ കോളേജുകളുടെ ധാരണാപത്രങ്ങളും നിങ്ങൾ റദ്ദാക്കി എന്നും പറയുന്നുണ്ട്. കേരളത്തിലെ 4 മെഡിക്കൽ കോളേജുകളും കൊണ്ടുവന്നത് UDF സർക്കാരാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അവതാരകൻ ഇടപെട്ടുകൊണ്ട് പറയുന്നു, LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിരവധി ആരോഗ്യ മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുകയും ഗുണനിലവാരം ഉയർത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എടുത്തു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ LDF സർക്കാർ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ രംഗത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതാരകന്റെ വായും മൂടിക്കെട്ടുന്നുണ്ട്. ഇനി കാണികളായിരുന്ന CPM നേതാക്കൾക്ക് ഈ മറുപടി പറയാനായി വന്ന അനിൽകുമാർ മറുപടി പറയാത്തതിന്റെ ചൊറിച്ചിൽ അവർക്ക് ആവേശം കൊള്ളിച്ച് അവർ തന്നെ മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ്, അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഉത്തരം പറയുമ്പോൾ ഇയാൾ വെറും പോങ്ങനാണ് അല്ലെങ്കിൽ പഴം വിഴുങ്ങിയാണ് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാട്സാപ്പിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ അയച്ചു കൊടുക്കും, അദ്ദേഹം ഇവിടെ നിന്ന് വായിക്കുമെന്ന് പറഞ്ഞ് കാണികൾക്കും കൊടുക്കുന്നുണ്ട്. അതെ, കാണികൾ എന്ന് പറയുന്നത് CPM അനുയായികൾക്കും കൊടുക്കുന്നുണ്ട് നല്ലപോലെ. ഇനി BJP-യിലേക്ക് വരികയാണെങ്കിൽ BJP അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് വിഷയം അതിലേക്ക് പോയപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ സരിതയുടെയും ഉമ്മൻചാണ്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, അത് എവിടെ, ആരുടെ കയ്യിലാണ് ഉള്ളത്, ഏത് മാധ്യമത്തിലാണ് വന്നത്, നിങ്ങൾക്ക് അത് കാണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ നിമിഷം രാജിവെക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ചർച്ചയെ അങ്ങോട്ട് കൊഴുക്കുന്നത്. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ CPM-നെ വിമർശിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ കയ്യടി വാങ്ങിക്കുക തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ആ ഓഡിയോകൾ നമുക്കൊന്ന് കേൾക്കാം. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, നിങ്ങൾ ആരംഭിച്ച ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞേ. ഒരു മെഡിക്കൽ കോളേജ്, ഒരുപാട് പറയണ്ട, ഒരു മെഡിക്കൽ കോളേജ്. ഈ നാട്ടിലെ മുഴുവൻ സർക്കാർ മെഡിക്കൽ കോളേജുകളും കൊണ്ടുവന്നത് ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അനുവദിച്ച 4 മെഡിക്കൽ കോളേജുകൾ നിർത്തലാക്കിയത് നിങ്ങൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പൊതുജനാരോഗ്യത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വല്ലാതെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫാക്സും ഫിഗേഴ്സുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം താങ്കൾ പറയുമ്പോൾ കാണിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പക്ഷേ LDF കാലത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായ ആശുപത്രികളുടെ എണ്ണം കൂടി. അത് വാസ്തവമാണോ? LDF സർക്കാരിന്റെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രം ചോദിക്കേണ്ടുന്ന കാര്യമാണിത്. എനിക്കിങ്ങനെ പറഞ്ഞിട്ട് പോകാം. അദ്ദേഹത്തിന് പറഞ്ഞിട്ട് പോയാൽ ചിലപ്പം
കിഴുക്ക് കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. UDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വികസനങ്ങളെല്ലാം മെഡിക്കൽ കോളേജുകളായിട്ട് അമ്പര ചുംബികളായിട്ട് പൊതുസമൂഹത്തിനാകെ സഹായകരമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞാൽ ആ ആശുപത്രി പോകുന്ന ആളുകൾക്ക് അറിയില്ലേ? ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അസുഖം വന്ന് നമുക്കറിയാം. എല്ലാവരും പിണറായി വിജയനെ പോലെ നമുക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററാണ്, ചികിത്സിക്കുകയും വേണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരന് ഉപകാരകരമായിരുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ടാണ്. ഇപ്പോൾ ഇവർ വിശുദ്ധനാക്കിയിരിക്കുന്ന KM മാണി സാറിൻ്റെ ആശയമായി വന്ന ഫണ്ടാണ്. എന്താ പ്രത്യേകത? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു അസുഖമുണ്ടായാൽ കുടുംബം തകർന്നു പോവുക, ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ. ആ ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിർത്തലാക്കിയ സർക്കാരാണ്. കൊച്ചുകുട്ടികൾക്ക് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും, ഉമ്മൻചാണ്ടിയെ വാരിപ്പുണർന്ന കുറേയേറെ കൊച്ചുകുട്ടികൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ പിന്നെ ആരോഗ്യം മെച്ചപ്പെട്ട സാധാരണക്കാരായ കൊച്ചുകുട്ടികൾ. ആ പദ്ധതി ഇവർ ഇല്ലാതാക്കി. ആർദ്രം പദ്ധതി ഇവർ ഇല്ലാതാക്കി. ശ്രുതിമധുരം പദ്ധതി ഇവർ ഇല്ലാതാക്കി. ഇതുപോലെയുള്ള ആരോഗ്യ മേഖലയിലെ പദ്ധതികൾ ഇല്ലാതാക്കി. പ്രിയപ്പെട്ട സഹാക്കന്മാരോട് കാര്യം പറയാം, അദ്ദേഹത്തിന് മറുപടി പറയാൻ പ്രാപ്തനായതുകൊണ്ട് പാർട്ടി അയച്ചത്. അദ്ദേഹത്തെ നിങ്ങൾ മറുപടി പറഞ്ഞ് അപമാനിക്കരുത്. നിങ്ങൾ മറുപടി പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും അദ്ദേഹത്തിന് ഇതൊക്കെ മറുപടി പറയാൻ അറിയത്തില്ലെന്ന്. ദയവേത് അദ്ദേഹത്തെ അപമാനിക്കരുത്. നിങ്ങൾ ആ പോയിന്റ് ക്യാപ്സ്യൂളുകളായിട്ട് അയച്ചു കൊടുത്താൽ പുള്ളി വായിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇതുപോലെയുള്ള പദ്ധതികൾ നിർത്തലാക്കിയ ഒരു സർക്കാർ, ആ സർക്കാർ വന്നിട്ട് ആരോഗ്യരംഗത്ത് ആകെ ഞങ്ങൾ മെച്ചപ്പെടുത്തി എന്ന് പറയുന്നു. സ്കൂളുകൾ എല്ലാ സർക്കാരുകളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അരിപ്പൊടി കൊണ്ട് സ്കൂൾ പണിഞ്ഞ ഒരേ ഒരു സർക്കാർ LDFന്റെ സർക്കാരാണ്. പുതുക്കാട് മണ്ഡലത്തിൽ സീലിംഗിൽ PVC പൈപ്പ് വെച്ച് കിഴിച്ചു നോക്കിയപ്പോൾ അരിപ്പൊടിയാണ് താഴോട്ട് വീണത്. സാധാരണ ഒരു സീലിംഗ് ഒന്നും കിഴിയാൻ പാടില്ല. PVC പാലാരിവട്ടം പാലം കൂളിമാട് പാലം. ഏതാ കൂളിമാട് പാലം? പാലാരിവട്ടം പാലത്തിൽ ഇപ്പോഴും ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു വെയിറ്റ് ടെസ്റ്റ് നടത്താൻ. നടത്തിയില്ലല്ലോ. കാറ്റടിച്ചപ്പോ പഞ്ചവടി പാലം ഉണ്ടല്ലോ ശ്രീദാസേ, പഞ്ചവടി പാലം പോലും ഒരു സംഘം ആളുകൾ നടന്നു പോയപ്പോഴാണ് തകർന്നു പോയത്. പക്ഷേ റിയാസിന്റെ കൂളിമാട് പാലം കാറ്റടിച്ചപ്പോ തകർന്നു പോയി. ഈ അശ്ലീല വീഡിയോകളെ പറ്റി ശ്രീ പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുക, നിങ്ങൾ ഈ പറയുന്നത് ആ കർണാടകയിൽ അശ്ലീല വീഡിയോ നിയമസഭയിൽ ഇരുന്ന് കണ്ടപ്പോൾ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് ഇപ്പം നിങ്ങൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കിയ ആ BJP നേതാവിനെ കൂടി ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തണം. ഇതൊന്നും കാണാനും പ്രചരിപ്പിക്കാനും പാടില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത നിങ്ങൾ കാണിക്കണം. അതിന്റെ തെളിവൊന്ന് കാണിക്കാമോ? ഏത് മാധ്യമത്തിൽ കർണാടകയിലെ വീഡിയോ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞ ആ വീഡിയോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ അല്ലല്ല കർണാടകയിലെ ആ വീഡിയോ വരട്ടെ നമുക്ക് സംസാരിക്കാം. ഒരു മിനിറ്റ്, നമുക്ക് സമയം കളയണ്ട. ഇവര് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്നാണ് പറയുന്നത്. ഈ പ്രത്യയശാസ്ത്രമൊക്കെ പേപ്പറിനകത്ത് വെക്കാതെ എന്തെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കണം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനായിട്ടുള്ള CPMന്റെ മാനദണ്ഡം പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ പറയട്ടെ അങ്ങനെയാണെങ്കിൽ പോരാളി ഷാജി പിണറായി വിജയൻ വരെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ള ആൾ, അത് ആരാന്ന് എനിക്കറിയില്ല, ആരായാലും ആകാൻ യോഗ്യന. ഒന്ന്, ഞങ്ങള് ചുവര് ബുക്ക് ചെയ്തെടുത്ത ഞങ്ങൾ എഴുതിയ പേരുകാരി തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അല്ലാതെ ചുവർ എഴുതിയ പേര് മായ്ക്കേണ്ടുന്ന ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതുണ്ടായത് നിങ്ങൾക്കാണ് എന്ന്